ബൈത്ത്, ബൈത്ത് വീട്, ബൈത്ത് വീട്, വീടിന് പറയുന്നതാണ് ബൈത്ത്. ദാർ വീട്, ഇതൊക്കെ പര്യായ പദത്തിൽ പെടുന്നതാണ്. വീടിന് രണ്ട് പദങ്ങൾ അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ബൈത്തെന്നും വീടിന് പറയും, ദാറെന്നും പറയും. ബൈത്ത് വീട്, ദാർ വീട്, ദാർ വീട്, ബൈത്ത് വീട്, ബൈത്ത് വീട്, ദാർ ദാർ വീട്. രണ്ട് പദവും ഒരേ അർത്ഥത്തിലാണ് രണ്ട് പദങ്ങൾ വന്നേക്കുന്നത്. അടുത്തത് കൂഹ്, കൂഹ്, കൂഹ് കുടിൽ, കൂഹ് കുടിൽ, കൂഹ്, കൂഹ് കുടിൽ, കൂഹ് കുടിൽ. അടുത്തത് കസുർ, 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 കസുർ കൊട്ടാരം, കസുർ, കസുർ കൊട്ടാരം. കൂഹ് കുടിൽ, ചെറിയ വളരെ ചെറിയ വീടിന് കുടിൽ എന്ന് പറയും. കൂഹ് എന്ന് അറബി പറയും. കൂഹ് കുടിൽ. കസുർ, കസുർ കൊട്ടാരം. ബൈത്ത് വീട്, ദാർ വീട്, കൂഹ് കുടിൽ, കസുർ കൊട്ടാരം. ഇനി കെട്ടിടത്തിന് രണ്ട് പദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത്. മബ്ന എന്നും പറയും, ഇമാറ എന്നും പറയും. മബ്ന കെട്ടിടം, കെട്ടിടത്തിന് മബ്ന എന്നും പറയും, ഇമാറ എന്നും പറയും. കെട്ടിടം രണ്ടും ഒരേ അർത്ഥമാണ്. മബ്ന കെട്ടിടം, മബ്ന കെട്ടിടം, മബ്ന കെട്ടിടം, ഇമാറ കെട്ടിടം, ഇമാറ കെട്ടിടം. അടുത്തത് ഷിഖ്വ, ഷിഖ്വ ഫ്ലാറ്റ്, ഷിഖ്വ ഫ്ലാറ്റ്, ഷിഖ്വ ഫ്ലാറ്റ്, ഷിഖ്വ ഫ്ലാറ്റ്. ഫ്ലാറ്റിന് അറബിൽ പറയുന്നതാണ് ഷിഖ്വ ഫ്ലാറ്റ്. ബൈത്ത്, ബൈത്ത്, ബൈത്ത് വീട്, ബൈത്ത് വീട്, ദാർ വീട്, ദാർ വീട്. കൂഹ് കുടിൽ, കൂഹ് കുടിൽ, കസുർ കൊട്ടാരം, കസുർ കൊട്ടാരം. മബ്ന കെട്ടിടം, മബ്ന കെട്ടിടം, ഇമാറ അതും കെട്ടിടമെന്നാണ്. അപ്പം മബ്ന എന്ന് പറഞ്ഞാലും കെട്ടിടമെന്ന് പറയും, ഇമാറ എന്ന് പറഞ്ഞാലും കെട്ടിടമെന്ന് പറയും. ഇതൊക്കെ പര്യായ പദത്തിൽ പെടുന്നതാണ്, മുത്തറാദിഫത്തായ ലഫ്ളുകളായത്. മബ്ന കെട്ടിടം, ഇമാറ കെട്ടിടം. ഷിഖ്വ, ഷിഖ്വ, ഷിഖ്വ ഫ്ലാറ്റ്, ഷിഖ്വ ഫ്ലാറ്റ്, ഷിഖ്വ ഫ്ലാറ്റ്.